കാടിൻ്റെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഒരു വെടിയൊച്ച മുഴങ്ങി. അതിനൊപ്പം തകർന്നു വീണത് ഒരു ഗജവീരൻ മാത്രമല്ല, വർഷങ്ങളായി മറഞ്ഞു കിടന്ന ഒരു രഹസ്യവും കൂടിയായിരുന്നു. പക്ഷെ ആ വെടിയൊച്ച കേട്ട് കാട്ടിൽ മറ്റാരോ കൂടി എത്തിയിരുന്നു. അവർ ആരാണ്? കൊലയാളി എന്ന നോവലിൻ്റെ 55-ാം ഭാഗം. കാട്ടി ജോയി തൻ്റെ അനുഭവം വിവരിക്കുകയായിരുന്നു. അന്ന് കുര്യാക്കോസ് ചേട്ടനെ കൂടാതെ ജോയി കാട്ടിൽ പോയതിന് പ്രത്യേകമായ ഒരു പദ്ധതി കൂടി ഉണ്ടായിരുന്നു. വളരെ കരുതലോടെ ചെയ്യേണ്ട ഇടപാടാണത്. അതുകൊണ്ട് ആ കാര്യത്തിന് പോകുമ്പോൾ അധികം ആരോടും പറയാതെ വളരെ രഹസ്യമായി മാത്രം വനത്തിൽ പോകുന്നതാണ് നല്ലത്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ജോയി സ്വീകരിക്കാറുള്ളതും ആ മാർഗമാണ്. രഹസ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണമല്ലോ. കാട്ടിൽ നല്ല കൊമ്പനാന വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തട്ടി കൊമ്പെടുത്ത് രഹസ്യമായി വിൽക്കുകയാണ് അയാൾ സാധാരണ ചെയ്യാറ്. കുര്യാക്കോസ് ചേട്ടനും ആ വിവരമറിയാം. നേരത്തെയൊക്കെ ആ പരിപാടിക്ക് ജോയിയുടെ കൂടെ അയാളും പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ കാലമായി ആ ഇടപാടിന് കുര്യാക്കോസ് പോകാറില്ല. ആ ആവശ്യത്തിനു വേണ്ടി മാത്രം ജോയിക്ക് ഒരു നാടൻ കുഴലുണ്ട്. അതിന് ലൈസൻസും മറ്റുമില്ല. പ്രസിദ്ധനായ ഒരു കൊല്ലൻ പണിതു കൊടുത്തതാണത്. 10 ചാൺ നീളമുള്ള കുഴലാണ്. സാധാരണക്കാരനായ ഒരാൾക്ക് ആ തോക്ക് നേരെ പിടിച്ചു നിർത്താൻ പോലും കഴിയില്ല. നല്ല ശക്തിയും പരിചയവും വേണ്ട പരിപാടിയാണത്. പക്ഷേ അതിൽ നിന്നൊരു നിറ പൊട്ടിയതാകേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. എത്ര വമ്പനും വീഴും. അതാണ് അതിൻ്റെ പവർ. അതിൽ വെടിമരുന്നിടുന്നതും കൂടുതലായിരിക്കും. അതുപോലെ സാധാരണ ഉപയോഗിക്കാറുള്ള കറുത്തീയത്തിൻ്റെ ഉണ്ടകളല്ല അതിലുപയോഗിക്കുക. 1 ഇഞ്ച് നീളത്തിലുള്ള കരു ഇട്ടിട്ടാണ് വെടിവെച്ച് കൊടുക്കുന്നത്. തൊട്ടിയുടെ കുഴ മുറിച്ചിടുകയാണ് ജോയി ചെയ്യാറ്. ആ തോക്ക് ഉപയോഗിക്കുന്നവൻ്റെ കൈകൾക്കാണെങ്കിലും അസാമാന്യമായ ശക്തി ഉണ്ടാവണം. ഇത് രണ്ടും ജോയിക്ക് ആവശ്യത്തിലധികമുണ്ടല്ലോ. കൊമ്പനെ നേരെ നിന്ന് വെടിവെക്കണമെങ്കിൽ ശരീരത്തിൻ്റെ ശക്തി മാത്രം പോരാ, മനസ്സിന് അസാധാരണമായ ശക്തി വേണം. അതും ഉള്ളയാളാണ് ജോയി. പേടി എന്നത് എന്താണെന്ന് പോലും ജോയിക്കറിയില്ല. അതുകൊണ്ടാണ് വല്ലപ്പോഴുമൊക്കെ ഓരോന്നിനെ തട്ടി കൊമ്പെടുത്ത് വിറ്റ് ജോയി പണമാക്കുന്നത്. അങ്ങനെയാണ് ഒന്നുമില്ലാതെ വയനാട്ടിൽ കയറിയ ജോയി ഇപ്പോൾ 4-5 ഏക്കർ കൊടിത്തോട്ടത്തിൻ്റെ ഉടമയായി മാറിയത്. സാമാന്യം വലിപ്പമുള്ള ഒരു വീടും സ്വന്തമായി ഉണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ വല്ലപ്പോഴും കുര്യാക്കോച്ചനെ സഹായിക്കാൻ വരുന്നത് പോരായിരുന്നു, നിത്യം കൂലിപ്പണി എടുക്കേണ്ടി വന്നേനെ. ജോസ് മാത്യു പോലീസുകാരനാണെന്നറിയാതെയാണ് ജോയിയുടെ ആനവെടി വിവരണം മുഴുവനും. കുര്യാക്കോച്ചൻ്റെ ബന്ധുവാണല്ലോ, അപ്പോൾ പിന്നെ ജോസുകുട്ടിയെപ്പോലെ കാണാലോ എന്നയാണ് അയാൾ കരുതിയത്. വനത്തിലെ 14-ാം കൂപ്പിൻ്റെ ഭാഗത്ത് വെച്ചാണ് കൊമ്പനെ ജോയിയുടെ സുഹൃത്തായ ആദിവാസി കണ്ടത്. അയാൾ ആ വിവരം അറിയിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഭക്ഷണ സാധനങ്ങളും തോക്കുമായി ജോയി കാട് കയറി. പണ്ട് കൈക്കോടാലിയുമായിട്ടായിരുന്നു പോക്ക്. ഇപ്പോൾ അതൊക്കെ അങ്ങ് മാറി. കൊമ്പെടുക്കാനും പുതിയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. അതിനാണ് നീറ്റുകക്ക. ആവശ്യത്തിന് നീറ്റുകക്കയുമൊക്കെ ആയിട്ടാണ് ജോയി വനത്തിൽ കയറിയത്. കുറേയേറെ സ്ഥലങ്ങളിലൂടെ ചുറ്റിത്തിരിഞ്ഞു നോക്കി. എങ്കിലും കൊമ്പൻ്റെ സാന്നിധ്യം എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനായി കുറേയേറെ സമയം അലഞ്ഞു തിരിഞ്ഞു. പല തരത്തിലുള്ള മൃഗങ്ങളെയും കണ്ടെങ്കിലും അന്ന് ജോയി വെടിവെച്ചില്ല. തൻ്റെ തോക്കിലെ 6 വിരൽ മരുന്നിട്ട നിറ
കൊമ്പനാണുള്ളതാണെന്ന് തീരുമാനിച്ചിരുന്നതുകൊണ്ട് അയാൾ അവിടെയെല്ലാം സംയമനം പാലിച്ചു. ഏതെങ്കിലും ഒരു മൃഗത്തിനെ വെടിവെച്ചാൽ ആ ശബ്ദം വനത്തിൽ പ്രതിധ്വനിക്കും. പിന്നെ ഒരുവിധപ്പെട്ട മൃഗങ്ങളെ ഒന്നും പുറത്ത് കാണില്ല. ഒളിക്കാൻ പറ്റുന്നവയൊക്കെ ഒളിക്കും, ബാക്കിയുള്ളവ സ്ഥലം വിടും. ആ ശബ്ദം കേട്ടാൽ മതി, കൊമ്പൻ ചിലപ്പോൾ ഇപ്പോഴുള്ള സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട് കളയും. ഇത്ര നേരവും അലഞ്ഞു തിരിഞ്ഞത് വെറുതെ ആവുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചുകൂടല്ലോ. അങ്ങനെ കുറേ ദൂരം നടന്നപ്പോൾ വനത്തിലെ ചതുപ്പിൻ്റെ അടുത്തെത്തി. അവിടെ നിന്നും അല്പം കൂടി മുന്നോട്ട് നടന്നപ്പോഴേക്കും ഈറ്റക്കാനത്തിൽ നിന്നും ഈറ്റത്തൈകൾ പറിച്ചു തിന്നുന്ന കൊമ്പനെ കണ്ടു. നല്ല മുട്ടൻ കൊമ്പുള്ള ഒരു ഗജവീരൻ. നേരെ നോക്കി നിന്നാൽ ഏതവൻ്റെയും മുട്ടിടിക്കും. സാധാരണ ധൈര്യമുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുൻപിൽ നിന്ന് നോക്കാൻ പോലും കഴിയില്ല. കരിവീരൻ എന്നൊക്കെ വിളിക്കുമെങ്കിലും മേലാകെ മണ്ണിൻ്റെ നിറമാണ്. അവൻ്റെ ശരീരത്തിൻ്റെ കറുപ്പ് മുഴുവൻ ചെളിമണ്ണ് വാരിയിട്ട് ചുവപ്പിച്ചുകൊണ്ടാണ് നിൽപ്പ്. ഭക്ഷണത്തിൻ്റെ തിരക്കിൽ പരിസരം ശ്രദ്ധിക്കാതെ നിൽക്കുന്ന അവൻ്റെ മുൻപിലേക്ക് തന്നെ ജോയി നടന്നെടുത്തു. സുരക്ഷിതമായ വെടിപ്പാട് ദൂരെ എത്തിയിട്ട് മാത്രമേ പൊട്ടിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ പാഴ്വേലയാകും, ചിലപ്പോൾ അപകടവുമാകും. വെടികൊണ്ടാൽ തറിയിൽ തന്നെ മൃഗം വീണുകൊള്ളണമെന്നില്ല. മരള വെപ്രാളത്തിന് അത് ഓടും. അക്കാര്യത്തിലും പ്രത്യേകതകൾ കാണാം. പോത്താണെങ്കിൽ വെടി വന്ന ദിശയിലേക്ക് തന്നെയേ വരികയുള്ളൂ. ഒളിക്കാൻ മരം നോക്കി വയ്ക്കാതെ പോത്തിനെ വെടിവെക്കില്ല. ആന അങ്ങനെയല്ല. പൊതുവെ വട്ടം തിരിഞ്ഞ് മറുവശത്തേക്കാണ് ഓടുക. അപൂർവം ചിലപ്പോൾ നേരെയും വരാം. അതുകൊണ്ട് ഒളിക്കുന്നത് ഈ കാര്യത്തിലും നല്ലതാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് മാറി നിൽക്കാനുള്ള ഒരു സൗകര്യം കൂടി നോക്കി വച്ചു. ഒരു മറവിലേക്ക് അങ്ങ് മാറിയാൽ ആന നേരെ വന്നാൽ പോലും കടന്നു പോയിക്കോളും. തനിക്ക് അപകടമുണ്ടാവുകയില്ല. സ്ഥാനത്ത് വെടികൊണ്ടത് പരമാർത്ഥമെങ്കിൽ വളരെ കുറഞ്ഞ ദൂരമേ അതിന് ഓടാൻ കഴിയൂ. അപ്പോഴേക്കും താഴെ വീഴും. പിന്നെ തനിക്കറിയാവുന്ന ബാക്കി കർമ്മങ്ങളാണ്. കൊമ്പ് ഊരിയെടുക്കുക, രക്ഷപ്പെടുക, അത്രയേ വേണ്ടൂ. പദ്ധതികളെല്ലാം മനസ്സിൽ തയ്യാറാക്കി മാറി നിൽക്കാനുള്ള വഴിയും നോക്കി വച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും കൊമ്പൻ തൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി. മനുഷ്യ സാന്നിധ്യം മനസ്സിലായാൽ പിന്നെ കാട്ടാന അനങ്ങാതെ നിൽക്കുകയേ ഉള്ളൂ. കാല് മാറി കുത്തുക പോലും ചെയ്യില്ല. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു പാറക്കല്ല് ആണെന്നേ തോന്നൂ. അതുപോലെ അങ്ങ് നിൽക്കും. അപകടമറിയാതെ മനുഷ്യനടുത്തെത്തുമ്പോൾ ആക്രമിക്കാനുള്ള നിൽപ്പാണത്. അത് തനിക്ക് നന്നായി അറിയാം. ആ നിൽപ്പിൽ തന്നെ അവൻ്റെ മസ്തകം തൻ്റെ കാഴ്ചയിൽ വ്യക്തമായി. മഴയോ മഞ്ഞോ കാറ്റ് പോലുമോ ഇല്ലാത്ത അവസ്ഥയായതുകൊണ്ട് പൊട്ടിക്കാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യം ഇതാണ്. പിന്നെ താൻ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. നേരെ ചുവടിലുറച്ചു നിന്നു. അനങ്ങാതെ നിൽക്കുന്ന കൊമ്പൻ്റെ മസ്തകത്തിലേക്ക് തന്നെ തൻ്റെ നാടൻ തോക്കിൽ നിന്നുള്ള നിറയൊഴിച്ചു. വെടികൊണ്ടതും അത്യുഗ്രമായ ശബ്ദത്തിൽ അലറിക്കൊണ്ട് നേരെ വട്ടം തിരിഞ്ഞ് ആന മുന്നോട്ട് കുറേ ദൂരം ഓടി. തൻ്റെ നേരെയല്ല ആന വരുന്നത്. എങ്കിലും തൽക്കാലത്തേക്ക് മറഞ്ഞു നിൽക്കുന്നതാണ് നല്ലതെന്ന മുന്നനുഭവം ഓർമ്മിച്ചതുകൊണ്ട് താൻ ഈറ്റത്തുറുവിന് മറവിലേക്ക് മാറി. ഈ ശബ്ദം കുറേ അകലെ വരെ കേൾക്കാം. കഷ്ടിച്ച് 50 മീറ്റർ മുന്നോട്ടോടിക്കാണും. കൊമ്പൻ വശങ്ങളിലുള്ള ചെടികളെ അമർത്തി ഞെരിച്ചുകൊണ്ട് നിലം പതിച്ചു. തനിക്ക് കാണാവുന്ന ദൂരത്തിൽ തന്നെയാണ് അവൻ കിടക്കുന്നത്. പിടച്ചിൽ അവസാനിച്ചു കഴിയുമ്പോൾ അങ്ങോട്ട് ചെല്ലുക എന്നതാണ് തൻ്റെ രീതി. അത്രയും സമയം നോക്കിയില്ലെങ്കിലും അപകടമാണ്.
ഫോറസ്റ്റുകാരോ മറ്റേതെങ്കിലും ശത്രുക്കളോ ഉണ്ടെങ്കിലോ? ആനയുടെ ശബ്ദം കേട്ട് ചിലപ്പോൾ അടുത്തേക്ക് വരും. താൻ അപകടത്തിൽ പെടുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മാറി നിൽക്കുന്നതിൻ്റെ മറ്റൊരു കാരണം. കുറേ സമയം അങ്ങനെ കഴിഞ്ഞു. അപ്പോഴേക്കും ആനയുടെ പിടച്ചിൽ തീർത്തും നിന്നു. തനിക്ക് പ്രവർത്തിക്കാനുള്ള സമയമായി എന്ന് കണ്ടതുകൊണ്ട് ചുറ്റുമൊന്ന് നോക്കിയിട്ട് ഒളിച്ച ഇടത്തു നിന്നും പുറത്തേക്കിറങ്ങാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് മുകളിലെ പാറക്കെട്ടിൻ്റെ വശത്തു നിന്നും ആളനക്കം ശ്രദ്ധയിൽപ്പെട്ടത്. അപകടമാണെന്ന് മനസ്സ് പറഞ്ഞു. ആ നിമിഷം തന്നെ താൻ ഈറ്റയുടെ മറവിലേക്ക് ഒളിക്കുകയും ചെയ്തു. അവിടെ ഒളിച്ചിരുന്നു കൊണ്ട് അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരാളുടെ സാന്നിധ്യം മനസ്സിലാക്കാമെങ്കിലും മുഖമോ ശരീരം മുഴുവനുമോ കാണാൻ കഴിയില്ല. 2 കാലുകൾ കാണാം. മുകളിലേക്കുള്ള ഭാഗം ഒരു മരത്തിൻ്റെ ഇലകൾ കൊണ്ട് മറഞ്ഞിരിക്കുകയാണ്. ആ നിലയിൽ ആളെ തിരിച്ചറിയാൻ കഴിയില്ല. അയാൾ മുന്നോട്ട് നീങ്ങുകയോ പിന്നോട്ട് പോവുകയോ ചെയ്യുകയാണെങ്കിൽ തനിക്ക് അയാളെ കാണാൻ കഴിയും. അവർ തന്നെ കാണുകയുമില്ല. ഒരാളെ ഉള്ളോ കൂടുതൽ ആളുണ്ടോ എന്നും പറയാൻ കഴിയില്ല. ഒരാൾ മാത്രമേ ഉള്ളൂവെങ്കിൽ തന്നെപ്പോലെ ഏതെങ്കിലും മൃഗങ്ങളെ വെടിവെക്കാൻ വേണ്ടി കയറിയതായിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ വനത്തിൽ കാണുമെന്ന് പറഞ്ഞിട്ടുള്ളതും നാളിതുവരെ താൻ കണ്ടിട്ടില്ലാത്തതുമായ സംഘങ്ങളിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം. എന്താണെങ്കിലും അപകടസാധ്യതയുണ്ട്. ഫോറസ്റ്റുകാരല്ല താനും. അതാണ് ഒരു സമാധാനം. തീരുമാനമറിയാതെ ഇനി ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ തന്നെ പമ്മിയിരുന്നു കൊണ്ട് താൻ അവരെ ശ്രദ്ധിച്ചു. ഇപ്പോൾ താൻ ആദ്യം കണ്ട 2 കാലുകൾ മരത്തിൻ്റെ മറവിൽ നിന്ന് കുറച്ച് മുന്നിലേക്ക് നീങ്ങി. പിന്നിലും ആളുകളുണ്ടെന്ന് മനസ്സിലായി. പിന്നിലേക്ക് നോക്കി എന്തോ അടയാളം കാണിക്കും പോലെയും തോന്നി. എന്നാലും ആരെയും വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. അവർ ആരായിരിക്കും? തണ്ടർബോൾട്ട് സംഘത്തിലെങ്ങാനും പെട്ടവരായിരിക്കുമോ? ഫോറസ്റ്റുകാർ വേഷം മാറി വന്നതായിരിക്കുമോ? അതുമല്ലെങ്കിൽ പിന്നെ ആരായിരിക്കാം? കാട്ടിൽ ഒളിച്ചു നിൽക്കുന്ന ആ ആളുകൾ ആരാണെന്നറിയാൻ ഇനിയും കാത്തിരിക്കണം. കാട്ടുജോയിയുടെ ജീവിതം ഇനി ഏത് വഴിക്ക് തിരിയും? കഥ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. കൊലയാളിയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. മറ്റന്നാൾ ഇതേ സമയം അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.